1966 മെയ് 29 കൊല്ലത്തിൻ്റെ മണ്ണിൽ മാധവി അമ്മയുടെയും നാരായണപിള്ളയുടെയും സ്നേഹത്തറവാട്ടിൽ ജനിച്ച ഒരു സാധാരണ ബാലൻ. കാലം പിന്നീടവനെ ഒരു അസാധാരണ പോരാളിയായ മനുഷ്യനാക്കി തീർക്കുമെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. കുഴിമതിക്കാട് ഗവൺമെൻറ് സ്കൂളിലെ ക്ലാസ് മുറികളിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യ വെളിച്ചം. കൊല്ലം SN കോളേജിൽ പ്രീ ഡിഗ്രിയും കൊട്ടിയം ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഡിപ്ലോമയും ശാസ്താംകോട്ട ദേവസ്വം കോളേജിൽ ഡിഗ്രിയും നേടി. കലാലയ മുറികളിൽ പഠനവും പോരാട്ടവും ഒന്നിച്ചൊഴുകി. സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പോരാട്ടവീഥിയിൽ ഇടിമുഴക്കമായി. ഇടവേളകളിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി അറിവ് പകർന്നു. വാക്കുകളോടും സമൂഹത്തോടുമുണ്ടായിരുന്ന അടുപ്പം കൊണ്ടാവണം മൈസൂർ സർവകലാശാലയിൽ PG ഡിപ്ലോമ ഇൻ ജേർണലിസത്തിനും ചേർന്നു. എന്നാൽ ജീവിതം മറ്റൊരു പാത ഒരുക്കിയിരുന്നു. പഠനം പൂർത്തിയാകുന്നതിന് മുൻപേ ഇന്ത്യൻ റെയിൽവേയുടെ വിളി വന്നു. ടിക്കറ്റ് കളക്ടറായി ചെന്നൈ മീനമ്പാക്കം സ്റ്റേഷനിൽ നിയമനം. 1992 മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള മാറ്റം ജീവിതത്തിൻ്റെ പുതിയ അധ്യായമായി. ചെന്നൈയുടെ തിരക്കിനിടയിൽ പരിചയപ്പെട്ട രേഖ ജീവിതയാത്രയിലെ കൂട്ടായി മാറിയത് 1999. അവരുടെ കുടുംബസ്നേഹത്തിൻ്റെ പൂക്കൾ മയൂഖയും മാളവികയും. ഒരാൾ സ്വപ്നങ്ങളുടെ ബിരുദ പഠനത്തിൽ, മറ്റേയാൾ അറിവിൻ്റെ ഉയരങ്ങളിലേക്കുള്ള PG യാത്രയിൽ. എന്നാൽ സഖാവ് രവികുമാർ എന്ന മനുഷ്യനെ നിർവചിക്കുന്നത് ജോലി മാത്രമല്ല, അത് പോരാട്ടങ്ങളാണ്. തൊഴിലാളികളുടെ കണ്ണീരിൽ നിന്നുയർന്ന പ്രതിരോധമാണ്. അനീതിക്കെതിരെ മുഴങ്ങിയ ശബ്ദമാണ്. 1993 മുതൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ തീപ്പൊരി അവൻ്റെ ഉള്ളിൽ കത്തിത്തുടങ്ങി. ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ചെന്നൈ സെൻട്രൽ ബ്രാഞ്ച് രൂപീകരണത്തിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പർ, പിന്നീട് ട്രഷറർ. 1999 കാറ്ററിംഗ് തൊഴിലാളികളുടെ പ്രശ്നമേറ്റെടുത്ത് എറണാകുളത്ത് തുടക്കം. ആദ്യ അംഗീകാരത്തിനുള്ള പോരാട്ടത്തിൽ എറണാകുളത്തിൻ്റെ സമരഭൂമിയിൽ അമരക്കാരനായി അദ്ദേഹം നിന്നു. അവസാനം TVC ഡിവിഷനിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഒന്നാമത്തെ യൂണിയനായി ഉയർന്നപ്പോൾ അത് ഒരു സംഘടനയുടെ വിജയം മാത്രമായിരുന്നില്ല, അത് തൊഴിലാളികളുടെ വിശ്വാസത്തിൻ്റെ വിജയമായിരുന്നു. ഡീസൽ ഷെഡ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിമാരെയും MP-മാരെയും വരെ ഇടപെടലിന് നിർബന്ധിതരാക്കിയ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭങ്ങളിൽ സഖാവ് മുന്നിലുണ്ടായിരുന്നു. ഭീഷണികൾ അവസാനിക്കുന്നതുവരെ സമരത്തിൻ്റെ തീയണയാൻ അനുവദിക്കാത്ത ഉറച്ച നിലപാട്. ഒടുവിൽ കേന്ദ്ര സർക്കാർ AC ലോക്കോ ഷെഡായി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകന്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ചരിത്രമുണ്ടായിരുന്നു. ജീവനക്കാരുടെ റഫറൽ ആശുപത്രി സംവിധാനം നിലച്ചപ്പോൾ പെൻഷൻകാരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് നടത്തിയ സമരങ്ങൾക്കൊടുവിൽ ആ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതൊരു ഭരണവിജയം മാത്രമല്ല, മനുഷ്യത്വത്തിൻ്റെ വിജയം കൂടിയായിരുന്നു. QLN സ്ലീപ്പർ ഡിപ്പോട്ട് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ 3 ദിവസത്തെ നിരാഹാര സമരം. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ സ്വകാര്യവൽക്കരണത്തിനെതിരെ അടിയുറച്ചു നിന്ന പോരാളി. തൊഴിലാളികളുടെ മനുഷ്യാവകാശങ്ങൾക്കായി എപ്പോഴും മുഴങ്ങിയ ശബ്ദം. സഹകരണ മേഖലയിലും അദ്ദേഹത്തിൻ്റെ മുദ്ര അത്രമേൽ ആഴമുള്ളതാണ്. 7 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള എറണാകുളം സതേൺ റെയിൽവേ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാരഥിയായി സൊസൈറ്റിയെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചു. സ്വന്തമായി കെട്ടിടം പണിതുയർത്തി. സമര കേരളത്തിൻ്റെ പടത്തലവൻ സഖാവ് VS അച്യുതാനന്ദനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തു. 13 വർഷക്കാലം സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും ജീവനക്കാരെ സംരക്ഷിച്ച ഭരണ നൈപുണ്യമുള്ള സഹകാരി. 3 പതിറ്റാണ്ടായി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ അനീതിക്കെതിരെ ഉയർന്ന ശബ്ദത്തിൻ്റെ പേരാണ് സഖാവ് രവികുമാർ. ജീവനക്കാർ വിശ്വസിച്ച കരുത്ത്, സഹപ്രവർത്തകർ ആശ്രയിച്ച തണൽ, സമരങ്ങൾക്ക് ധൈര്യം നൽകിയ നേതാവ്, തലകുനിക്കാത്ത തൊഴിലാളി മനസ്സിൻ്റെ പ്രതീകം. ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുമ്പോഴും അദ്ദേഹം പിന്മാറുന്നത് ഒരു കസേരയിൽ നിന്നാണ്, ജനഹൃദയങ്ങളിൽ നിന്നല്ല.
റെയിൽവേയുടെ പാളങ്ങളിലൂടെ സഞ്ചരിച്ച വർഷങ്ങൾ കാലത്തിൻ്റെ ഓർമ്മകളാകാം. പക്ഷേ സഖാവ് രവികുമാർ എന്ന പേര് തൊഴിലാളികളുടെ ചരിത്രത്തിൽ ഇനിയും നീണ്ടു നിൽക്കുന്ന ഒരു സമരഗാനമായിരിക്കും.